पगल दिल मेरा ये पगल दिल मेरा क्यों बुझ गया आवार के दिल ये पगल दिल मेरा क्यों बुझ गया. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ പൊളിറ്റിക്കൽ സയൻസ് 1ാം വർഷ വിദ്യാർത്ഥിനിയാണ് ഫാത്തിമ അൻഷി. ശരിക്കും പറഞ്ഞാലൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ സൗത്ത് സോണിലായിരുന്നു പങ്കെടുത്തിരുന്നത്. അതിൽ സൗത്ത് ഇന്ത്യയിലെ എല്ലാ യൂണിവേഴ്സിറ്റി തമ്മിലുള്ള ഒരു ടഫ് കോമ്പറ്റീഷൻ ആയിരുന്നു. പക്ഷെ ഇവൻച്വലി എന്റെയും പിന്നെ പോലെ തന്നെ എന്റെ ടീംമേറ്റ്സിന്റെയും പിന്നെ പോലെ തന്നെ എന്റെ യൂണിവേഴ്സിറ്റിന്റെയും ആ കളക്റ്റീവ് ആ യൂണിറ്റി ആ യുണൈറ്റഡ് സ്പിരിറ്റ് ഉണ്ടായതുകൊണ്ട് ഞങ്ങളുടെ ആ ഹാർഡ് വർക്ക് പിന്നെ പോലെ തന്നെ ഞങ്ങളുടെ ആ കമ്പാഷൻ പറഞ്ഞാൽ ആ വിജയം ഭയങ്കര ഒരു ഇരട്ടി മധുരം പോലെ എനിക്ക് ഫീൽ ചെയ്തത്. ചെന്നൈയിൽ വെച്ച് നടന്ന സൌത്ത് സോൺ ഇന്റർ യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ 1ാം സ്ഥാനം നേടിയതിന്റെ ആവേശത്തിലാണ് അൻഷി ഇപ്പോൾ. ഇതിനുശേഷം ഞങ്ങൾ ഇനി നാഷണൽസിന് പോവാൻ പോവാണ്. ഒരു മാർച്ച് സമയത്താണ് നാഷണൽ ലെവൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ എല്ലാവരുടെയും പ്രേയേഴ്സും പിന്നെ സപ്പോർട്ടും ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്താ പറയാ, കുറെ പീപ്പിളിനെ മീറ്റ് ചെയ്യാൻ പറ്റി, കുറെ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി, കുറെ കൾച്ചറിനെ കുറിച്ചൊക്കെ അറിയാൻ പറ്റി. കാരണം ഈ സൗത്ത് ഇന്ത്യ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കുറെ ഡൈവേഴ്സ് ആയിട്ടുള്ള കൾച്ചേഴ്സ് എല്ലാവരും കൂട്ടിയിണങ്ങുകയാണല്ലോ. ആ ഒരു കൾച്ചറൽ ഷോ ഡൗൺ കാണാൻ പറ്റിയത് തന്നെ ഭയങ്കര ഒരു ഐ ഓപ്പണിംഗ് അല്ലെങ്കിൽ എൻലൈറ്റനിങ് എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നുന്നു. ജന്മന 100% കാഴ്ച പരിമിതിയുള്ള അൻഷി 3 വയസ്സ് മുതൽ സംഗീതത്തിലും ഉപകരണ സംഗീതത്തിലും കഴിവ് തെളിയിച്ചു. തുടർച്ചയായ 5 വർഷങ്ങളിൽ സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിലും സംസ്ഥാന കലോത്സവത്തിലും ശാസ്ത്രീയ സംഗീതത്തിലും ഉപകരണ സംഗീതത്തിലും വിജയിയായിട്ടുണ്ട്. സിനിമ പിന്നണി ഗായികയുമായി പല ടിവി ഷോകളിലെ മത്സരങ്ങളിലും മത്സരിച്ചിട്ടുള്ള അൻഷി ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ദ പ്രൊജക്ട് വിഷൻ, പ്രൊജക്ട് ഷെൽട്ടർ എന്നീ അന്താരാഷ്ട്ര സംഘടനകളുടെ നാഷണൽ അംബാസിഡർ കൂടിയാണ്. 13ഓളം വിദേശ ഭാഷകൾ പഠിച്ച് സംസാരിക്കുന്നു. പാട്ടിനോടുള്ള പ്രണയത്തിനെ കുറിച്ച് പറയുമ്പോൾ ഇതിനൊരു ലോങ് സ്റ്റോറി ഉണ്ട്, ഒരു ലോങ് ടെയിൽ തന്നെ ഉണ്ട്. മൈ ജേർണി വിത്ത് മ്യൂസിക് തുടങ്ങിയത് ഞാൻ 4-5 ഇയേഴ്സ് ആയ സമയത്തായിരുന്നു. ആ സമയത്ത് ഞാൻ മങ്കട വള്ളിക്കാപ്പറ്റടുത്തുള്ള കേരള സ്കൂൾ ഫോർ ദ ബ്ലൈൻഡിൽ സ്റ്റുഡന്റ് ആയിട്ട് തന്നെ എൻറോൾ ചെയ്തിരുന്നു. അപ്പൊ അവിടെ എന്റെ മ്യൂസിക് ടീച്ചർ ആക്ച്വലി ഹെൽപ് മീ ഫൈൻഡ് മൈ പാഷൻ. എന്റെ മ്യൂസിക്കിലേക്കുള്ള ആ യാത്രക്ക് തുടക്കം കുറിച്ചത് നിസാർ തൊടുപുഴ. അവരായിരുന്നു എന്റെ മ്യൂസിക് ടീച്ചർ. ആൻഡ് അവരാണ് ശരിക്കും പറഞ്ഞാൽ എന്റെ മ്യൂസിക്കലായിട്ടുള്ള ആ യൂണിവേഴ്സിനെ എക്സ്പ്ലോർ ചെയ്യാനുള്ള ആ ഒരു മ്യൂസിക്കൽ ടെമ്പർ എന്റെ ഇതിൽ ഉണ്ടാക്കിയത് അദ്ദേഹമാണ്. പിന്നെ അതിനുശേഷം തന്നെ കുറെ മ്യൂസിക്കൽ കോമ്പറ്റീഷൻസ് അതിലൊക്കെ പങ്കെടുക്കാൻ തുടങ്ങി. പിന്നെ അതുപോലെ തന്നെ മ്യൂസിക് കേട്ടപ്പോ തന്നെ ഞാനൊരു 4-5 ഇയേഴ്സ് ഓൾഡ് ആയ സമയത്ത് ഞാൻ മ്യൂസിക് കേൾക്കുമായിരുന്നു. എനിക്കൊരു ടോയ് പിയാനോ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഞാൻ എപ്പോഴും സോങ്സ് ഇങ്ങനെ ലിസൺ ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരുന്നു. അപ്പൊ അത് മുതൽ സ്റ്റാർട്ട് ചെയ്ത ആ ജേർണിനെ കുറച്ചുകൂടി എന്താ പറയാ എൻഹാൻസ്ഡ് ആയി. ആൻഡ് ശരിക്കും പറഞ്ഞാൽ മൈ ലവ് ഫോർ മ്യൂസിക് ഞാൻ വാക്കുകളിൽ ഒരിക്കലും അത് സമ്മപ്പ് ചെയ്യാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാല് മ്യൂസിക് ഇസ് എ പാർട്ട് ഓഫ് മൈ ലൈഫ്. ഞാൻ ജനിച്ചപ്പോ തന്നെ അങ്ങനെയായിരുന്നു. ആൻഡ് ഐ തിങ്ക് അൺടിൽ ഐ ഡൈ മ്യൂസിക് ഇപ്പോഴും എന്റെ കൂടെ ഉണ്ടാവും. ഫാത്തിമ അൻഷി നല്ലൊരു കീബോർഡ് വാദകയും കൂടിയാണ്. ഈ മ്യൂസിക് തന്നെ കൂടുതൽ ഇമോഷണലി എന്റെ ഇമോഷൻസ് കുറച്ചുകൂടി എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന മ്യൂസിക്കിലൂടെയാണ്. ആ മെലഡീസ്, ആ മ്യൂസിക്കലിന്റെ ഓരോ ഈ ടെക്നിക്കൽ ആയിട്ടുള്ള ആസ്പെക്ട്സ് എല്ലാമായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റി. ബിക്കോസ് ഇറ്റ് റിലേറ്റ്സ് ടു മൈ ഇമോഷൻ. എനിക്ക് കുറെ ചാലഞ്ചസ് ഉണ്ടായിരുന്നു. ഞാൻ ബ്ലൈൻഡായി ജനിച്ച സമയത്ത് എന്റെ ഫാമിലി കുറെ ചാലഞ്ചസ് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറെ സ്റ്റിഗ്മ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവൻച്വലി ആ ഒരു സ്റ്റിഗ്മ അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് അങ്ങനെയുള്ളൊരു നെഗ്ലിജൻസ് നമ്മുടെ സമൂഹത്തിൽ നിന്നുണ്ടായിരുന്നത് അതിനെ ഞങ്ങൾ എന്റെ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ആക്കി മാറ്റി. ആൻഡ് ഇവൻച്വലി ഞാൻ ഗ്രോ ചെയ്യാൻ തുടങ്ങി. പിന്നെ എന്റെ മ്യൂസിക്കിലായിട്ടുള്ള പാഷൻ, പിന്നെ അതുപോലെ തന്നെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ, ലാംഗ്വേജസ് പഠിക്കാനുള്ള പാഷനൊക്കെ ഞാൻ ഗ്രോ ചെയ്ത് ഇവൻച്വലി അതിനെയൊക്കെ ഒന്ന് എന്റെ ഡ്രീമിലേക്ക് അല്ലെങ്കിൽ എന്റെ ആഗ്രഹങ്ങളിലേക്കുള്ള ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ട് എനിക്ക് മാറ്റാൻ പറ്റിയിട്ടുണ്ടായിരുന്നു.
അങ്ങനെ കുറെ കോമ്പറ്റീഷൻസിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ വിൻ ചെയ്തു. പിന്നെ കുറെ അവാർഡ്സ് കിട്ടി. അതിൽ ലൈക്ക് നോട്ടബിൾ ആയിട്ടുള്ള ഓണറബിൾ മെൻഷൻസ് അറിയുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ശ്രേഷ്ഠ ദിവ്യാംഗ് ബാലിക പുരസ്കാരം കിട്ടിയിരുന്നു. ആ ഒരു അവാർഡ്. പിന്നെ അതുപോലെ തന്നെ അതിന് മുമ്പ് ഒരു അവാർഡ് ഉണ്ടായിരുന്നു. ഐ ഓൾമോസ്റ്റ് ഫോർഗോട്ട് ടു മെൻഷൻ. പ്രഥമ ഉജ്ജ്വല ബാല്യം അവാർഡ് ആയിരുന്നു. അത് 2017 അതുണ്ടായിരുന്നത് ഫ്രോം ദ സ്റ്റേറ്റ് ഗവൺമെന്റ് സൈഡ്. ഈ നമ്മുടെ പ്രസിഡന്റ് അവാർഡിന് ശേഷം പിന്നെ ഇതുപോലെ തന്നെ കുറെ ഇതുപോലെ തന്നെ അവാർഡ്സ് ആൻഡ് കോമ്പറ്റീഷൻസ്, പിന്നെ അതുപോലെ തന്നെ കുറെ പ്രോജക്ട്സിൽ എനിക്ക് എൻറോൾഡ് ആവാൻ പറ്റിയിരുന്നു. ഞാനിപ്പോ ഇതിനു മുമ്പ് ഞാൻ ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്നത് പ്രൊജക്ട് വിഷന്റെ ഒരു അംബാസഡർ ആണ്. ഞാൻ 7 years old ആയപ്പോൾ തുടങ്ങിയതായിരുന്നു. ആൻഡ് ഇപ്പോഴും അവരുടെ കൂടെ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് പിന്നെ അതുപോലെ തന്നെ എനിക്ക് നമ്മുടെ സ്റ്റേറ്റിലെ വൺ ഓഫ് ദ ബെസ്റ്റ് NSS വോളണ്ടിയേഴ്സ് ആയിട്ട് എന്നെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് റീസെന്റ് ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കോളേജിലുള്ള കോമ്പറ്റീഷൻസ്, പിന്നെ യൂണിവേഴ്സിറ്റീസ് തമ്മിലുള്ള കോമ്പറ്റീഷൻ, അത് സൗത്ത് സോണിൻ്റെത്. അതായിരുന്നു നമ്മുടെ ഈ എന്റെ ലൈഫിൽ ഇതുവരെയുള്ള ഒരു മാഗ്നം ഓപ്പസ് ആയിട്ട് ഐ വുഡ് കൺസിഡർ ഇറ്റ് ആസ് സച്ച്. പക്ഷെ ഒരു നല്ലൊരു ട്രയംഫന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. കേരള സർക്കാരിന്റെ പ്രഥമ ഉജ്ജ്വല ബാല്യം അവാർഡ് ജേത്രിയാണ് അൻഷി. കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ 2022 ശ്രേഷ്ഠ ദിവ്യാംഗ് ബാലിക പുരസ്കാരവും രാഷ്ട്രപതി ദ്രൌപദി മുർമുവിൽ നിന്നും ഏറ്റുവാങ്ങി. SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയവും അൻഷി സ്വന്തമാക്കി. സ്ക്രൈബിന്റെ സഹായമില്ലാതെ സ്വന്തമായി കമ്പ്യൂട്ടർ ഉപയോഗിച്ചായിരുന്നു അൻഷി പരീക്ഷ എഴുതിയത്. ഇപ്പതാ 2025 വന്നിരിക്കുന്നു. അപ്പൊ ഞാൻ നോക്കുന്ന സമയത്ത് എനിക്ക് ചാലഞ്ചസ് ഉണ്ടായിരുന്നു, പിന്നെ അതുപോലെ തന്നെ കുറെ ട്രയംഫന്റ് മൊമെന്റ്സ് ഉണ്ടായിരുന്നു. ആൻഡ് ഈ ചാലഞ്ചസും ഈ അതുപോലെ തന്നെ ഈ അക്കോംപ്ലിഷ്മെന്റ്സ് എന്നെ പഠിപ്പിച്ചത് എന്താന്ന് വെച്ചാല്, നമുക്ക് കുറെ എത്ര ഇതായിരുന്ന സമയത്ത് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ യു ആർ എ ഹ്യൂമൻ ബീയിങ്, യു ആർ ജസ്റ്റ് എൻ ഓർഡിനറി ഇൻഡിവിജ്വൽ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുറെ ഡ്രീംസ് ആൻഡ് ആസ്പിറേഷൻസ് ഉണ്ടാവും. ആൻഡ് ഐ ബിലീവ് ദാറ്റ് എല്ലാവർക്കും അതേ കാര്യത്തിൽ റിലേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് കുറെ ഡ്രീംസ് ആൻഡ് ആസ്പിറേഷൻസ്, നമുക്ക് നമ്മുടെ ഈ വേൾഡിനെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഈ വേൾഡിനെ കുറച്ചുകൂടി ഒന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു കുറെ ആസ്പിറേഷൻസ് ഉണ്ടാവും എന്നുള്ളത്. സോ അപ്പോ ഇറ്റ് ഓൾ കംസ് ഡൗൺ ടു യുവർ വർക്ക്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഡിസയർ, കുറച്ചുകൂടി നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മുടെ സ്വപ്നങ്ങളൊക്കെ കോൺകർ ചെയ്യാനുള്ള ഡിസയർ, പിന്നെ അതുപോലെ തന്നെ പേഷ്യൻസ്, ഇതൊക്കെയാണ് ലൈക്ക് ദാറ്റ്സ് വാട്ട് ഹെൽപ്സ് യു ടു ബി സക്സസ്ഫുൾ ഇൻ ലൈഫ്. ഒരു കാര്യം കൂടി പറയാൻ എന്താണെന്ന് വെച്ചാല്, കുറെ കാര്യങ്ങൾ ഇപ്പൊ എന്റെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുന്ന സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷവതിയാക്കിയത് എനിക്ക് മാത്രമല്ല, പക്ഷെ ദ ലവ് ദാറ്റ് ഐ ആം ഏബിൾ ടു ഗിവ് സംബഡി. എനിക്ക് മാത്രമല്ല, മറ്റുള്ളവർക്ക് ലവ് കൊടുക്കുന്ന സമയത്ത്, മറ്റുള്ളവർക്ക് കമ്പാഷൻ കാണിക്കുന്ന സമയത്ത്, that's what makes me feel happy. And I think that ipo nammala world il kore problems nadnondirikana, the warfare, human rights violation idokku nadnondirikkunna samayathu I think that just a little bit of love, just a little bit of peace and just a little bit of compassion, that's all that matters. Ee world ine just ഒന്ന് change ചെയ്യാൻ വേണ്ടി, ഈ world നെ കുറച്ചുകൂടി ഒരു better place ആക്കാൻ വേണ്ടിയിട്ട്. So I hope that ഈ coming year ൽ കുറച്ചുകൂടി ഒരു കമ്പാഷനറ്റ് ആയിട്ടുള്ള, കുറച്ചുകൂടി ഒരു വാം ആയിട്ടുള്ള ഒരു ഇയർ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അൻഷി പാടിയ ഒരു പാട്ടാകട്ടെ ഇനി.